ഇന്നിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആറ്റിയാൽ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈക്ക് ചെറിയൊരു പൊള്ളൽ പറ്റിയ കാരണം അമ്മ കൊണ്ടുപോകാനുള്ള കൊതുപ്പെല്ലാം കെട്ടി വെക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും അമ്മ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് മുറിച്ച് കറക്റ്റ് പരുവത്തിന് എല്ലാം സെറ്റ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് കെട്ടിത്തരും. പിന്നെ എനിക്കതവിടെ കൊണ്ടുപോയി പൊങ്കാല ഇട്ടാൽ മാത്രം മതി. ഇപ്രാവശ്യം അമ്മയ്ക്ക് നല്ല സുഖമില്ലാതെയൊക്കെ ഇരിക്കുന്ന കണ്ടീഷനാണ്. എങ്കിൽ പോലും എൻ്റെ കൈ വയ്യാത്തത് കാരണം പിന്നെ അമ്മയും വിഷ്ണുവും എല്ലാവരും കൂടെ ചേർന്ന് എനിക്കത് കെട്ടി റെഡിയാക്കി തന്നു. അതിനുശേഷം വൈകുന്നേരം നമ്മൾ നേരെ പോയത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. ഇത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. മറ്റന്നാൾ ചൊവ്വാഴ്ചയാണ് നമുക്ക് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ പൊങ്കാല കോംബോ പാക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിനകത്ത് പായസത്തിനുള്ള എല്ലാ സാധനങ്ങളും, പൊങ്കാലയ്ക്കുള്ള അരി കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു പാക്കായിരുന്നു കേട്ടോ. അതിനകത്ത് ശർക്കര പൊടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു പാക്കറ്റ് തന്നെ അങ്ങ് എടുത്തു. പിന്നെ അതിന് പാകത്തിനുള്ള കലങ്ങൾ, മൺകലമാണെന്നുണ്ടെങ്കിലും അല്ല സ്റ്റീലിൻ്റെതാണെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നൊരു മൺകലം സെലക്ട് ചെയ്തു. പിന്നെ ഒരു കിറ്റും എടുത്തു. പോകുന്ന വഴിക്ക് കല്യാണിക്കുട്ടിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ മേടിച്ച് കൊടുക്കണം. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് തേങ്ങ എടുക്കാനാണ്. ആ പാക്കറ്റിൻ്റെ അകത്ത് തേങ്ങ വരത്തില്ല. അപ്പോൾ നമ്മൾ തേങ്ങ സെപ്പറേറ്റ് എടുക്കണം. അങ്ങനെ തിരിഞ്ഞു പിറക്കി 2 തേങ്ങ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോയി. അവിടുന്ന് കല്യാണിക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സ്റ്റേഷനറി ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്ത് വന്നിട്ട് അവൾക്ക് ഒട്ടിക്കാനുള്ള 1-2 പിക്ചേഴ്സൊക്കെ വേണം. അങ്ങനെ അവിടെ ഇരുന്ന് കിടന്നൊക്കെ തപ്പി പിറക്കി 1-2 ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വരുമ്പോൾ ലിസ്റ്റാക്കി കൊണ്ടുവരും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ലിസ്റ്റിന് പുറമേ നിന്ന് കുറച്ചധികം സാധനങ്ങൾ നമ്മൾ വാങ്ങാറുണ്ട്. അങ്ങനത്തെ 1-2 ഐറ്റംസാണ് ദേ ഈ കാണിക്കുന്നതൊക്കെ. ഇതൊന്നും നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നതല്ല. ഇവിടെ വന്ന് കാണുമ്പോഴേക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നും. പിന്നെ ഈ കാണുന്ന സാധനം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊങ്കാലയ്ക്ക് പോകുമ്പോൾ തേങ്ങയൊക്കെ തിരികെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കല്യാണിക്ക് നോട്ട്സ് വേണമെന്ന് പറഞ്ഞു, എറേസർ വേണമെന്ന് പറഞ്ഞു, മാർക്കർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. കൂടുതൽ സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി എടുക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. താഴെ വന്ന് പിന്നെ എനിക്ക് വേണ്ടിയിട്ടൊരു സൺസ്ക്രീനും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ഏകദേശം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾ പൊങ്കാലയുടെ സാധനങ്ങൾ മേടിക്കാനാണ് വന്നതെങ്കിലും പൊങ്കാല സാധനങ്ങൾക്ക് പുറമെ കുറച്ചധികം സാധനങ്ങൾ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നിങ്ങളൊക്കെ ആറ്റിയാൽ പൊങ്കാല ഇടാൻ പോകുന്നുണ്ടോ ഇല്ലെന്നൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.